നമ്മൾ നിന്ന് പ്രോപ്പർട്ടീൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതല്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് ഫുഡായിട്ടില്ല. എന്നാലും നമ്മൾ പോയ ഫോർട്ട് ഉണ്ടല്ലോ, അതാ ഫോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. സ്റ്റേ ഏതാണ് ചലാസ് മസായി മൗണ്ടെയിൻ സ്റ്റേ. നല്ല എസ്തെറ്റിക്കാണ് കേട്ടോ. ഫുൾ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ ഗ്രീനറിയാണ് ഇവിടെ. ഇവിടെ ഒരു ലാബുണ്ട് കേട്ടോ. അതേ കടന്നു പോകും. അവനല്ലല്ലോ അത്, അവനോട് പോയി. അവൻ തന്നെയാണല്ലേ. ഫുൾ ചപ്പിളിക്കട്ട ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേ കുറച്ച് അപ്പുറത്താണ്. ഇവരുടെ എൻട്രൻസ്. ഇവിടെ ഫുൾ ഗ്രീനറി. ഇത് റെസ്റ്റോറൻ്റ് ഏരിയയാണ്. പുറത്തുനിന്നുള്ളവർക്കും വന്ന് കഴിക്കാം. ഇന്നലെ മൊത്തം ഞാൻ ഓടിച്ചത്, ഇന്ന് മൊത്തം വരാണ് ഓടിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേ. ഇന്നലെ വന്നപ്പോൾ പെരും മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പോയോട്ടെ, മുകളിലേക്കാണ് കയറ്റമാണ്, കയറ്റം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. സീറ്റ് ബെൽറ്റിൻ്റെ അത്ര 8:30 ആയിട്ടുള്ളൂ. നല്ല വെയിൽ നല്ല ചൂടുണ്ട് ഇവിടെ. ഫസ്റ്റ് കേട്ടോ കുടുകുടുകുടു പറഞ്ഞു പോകേണ്ടത്. റോഡ് കുറച്ച് മോശമാണെന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ വന്നായിരുന്നു ഇതുവരെ, പക്ഷെ ഫുള്ള് പോയില്ല, പകുതി ദൂരെ പോയുള്ളൂ. ഞങ്ങളിവിടെ ഒന്നുമില്ല കാരണം തിരിച്ചു പോയതാ. ഇവിടെ ഒരു അഡ്വഞ്ചർ പാർക്കാണ്, വെർട്ടിക്കൽ അഡ്വഞ്ചർ പാർക്ക്. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ സെറ്റപ്പ്. ഏതാ കുഞ്ഞി വഴി, ഒരു ചെറിയൊരു വഴി. ഇപ്പോൾ പോയത് നന്നായിരിക്കും, കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാഫിക് ഉണ്ടായാൽ പണിയാവും. ഇന്ന് പിന്നെ മൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല എന്ന് വിചാരിക്കും. റോഡ് മോശം. അയ്യോ ക്യാമറ. ഹരിതാബാൻ്റെ പച്ചപ്പ്. അയ്യോ മുകളിലെത്തി ഗൈസ്. നമ്മൾ പോയി ഒരു വില്ലേജ് എത്തിയിരിക്കുന്നു. ഇവിടെ ഫുൾ കച്ചറ. ഇന്നലെ രാത്രിത്തെ മഴേൻ്റെ ഹാങ് ഓവർ വന്നു, പൊലിച്ച് വന്നിട്ടുണ്ട്. ഇതൊരു അമ്പലമാണ്, അറിയില്ല, അവിടെ ചോദിച്ചു നോക്കാം. കയറി മുകളിലെത്തി ഗൈസ്. പ്ലാറ്റ്യൂ എന്നാണ് ആൾ ഇതിന് പറഞ്ഞത്. പരന്നൊരു ഏരിയ. എന്താ ആഹാ, നല്ല തണുത്ത കാറ്റ്. കാണുന്നേ തോന്നുന്നു അങ്ങ് ദൂരെ. എന്തൊക്കെയോ ബോർഡുണ്ട് ഇവിടെ. ഫുള്ള് മറാത്തിയിലൊക്കെ എഴുതിയിരിക്കണേ, ഒന്നും മനസ്സിലാവുന്നില്ല. സാവധാനം മാത്രം മനസ്സിലാവുന്നുണ്ട്. വഴി കുഞ്ഞിതായി, ഒരു കോളനീൻ്റെ ഉള്ളിൽ കൂടെ പോകണ പോലെ ഉണ്ട്. ഈ കയറ്റത്തിലൊരു ഹമ്പ് കൊണ്ട് വെച്ചിരിക്കണവർ. ഇങ്ങനെ ചാടി പോവാന്നല്ലാതെ സ്ലോ ആക്കാൻ പറ്റൂല. ഇവിടുത്തെ ആൾക്കാരുടെ വീടാണ്. അത്ര സ്കില്ല് എനിക്കില്ല. ഇനി നടന്നു നോക്കാം. ഇവിടെ കുറേ സ്പീഷീസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. 2 പക്ഷി, ഒരു തവള, 3 പക്ഷികൾ, പിന്നെന്താ കുറേ ചെടികളുമാണ്. ഐസ് പ്ലാറ്റ്യൂ കൂടെ വണ്ടി ഓടിക്കുകയാണ്. ഏതാ വഴി? ഇങ്ങോട്ടോ പോയ സൈഡ് സ്ക്രാച്ച്. താറും കൊണ്ടുവന്ന് പറക്കായിരുന്നു. മഴ പെയ്തുകൊണ്ട് പൊടിയൊന്നുമില്ല, പൊടിയൊക്കെ ഒന്ന് അമർന്നിട്ടുണ്ട്. പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ. ഗൈസ്, നമ്മൾ അവിടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നതോ അല്ലേ? ആദ്യം പോണല്ലേ ഗൈസ്. നിങ്ങളിപ്പോൾ പ്ലാറ്റ്യൂവിൻ്റെ അവിടേക്ക് വന്നിട്ട് ഒന്നുമില്ല ഇവിടെ. ഇൻ ദ മിഡിൽ ഓഫ് നോവർ. ആരുമില്ല, 3 ആൾക്കാർ മാത്രം, ഒരു വണ്ടി, 2 മനുഷ്യന്മാർ. ഇതിങ്ങനെ പരന്ന് കിടക്കുവാടാ. 900 ഏക്കേഴ്സോ സീൻ. ഇപ്പോൾ നമ്മളിതായി അവിടെ വണ്ടി ഇട്ടു. ഇതിൻ്റെ മുകളിൽ കയറ്റാൻ പറ്റും, പക്ഷെ ഒരു കോൺഫിഡൻസ് കുറവ് കാരണം അവിടെ തന്നെ നിർത്തി. പിന്നെ ഇതാ അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ദിസ് ഈസ് ദ വ്യൂ ഫ്രം ഹിയർ. ഇപ്പുറത്തുണ്ടോ ഇത് ഇത്ര 900 ഏക്കേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങ് ദൂരം എന്താ കുറച്ച് കാട് കാണാം. കാടല്ല, മരങ്ങൾ കാണാം.
ഇപ്പുറത്തേലൊന്നുമില്ല കേട്ടോ, ഇത് വെറും മണ്ണാണ്, മണ്ണിൻ്റെ സംഭവം. ഇവിടെ പാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേ, 2 ബിസ്ക്കറ്റ്, ബ്രെഡ്, സാൻഡ്വിച്ച്, മിസൽ പാവ്, കോഫി. അവൻ്റെ ഒരു ഉപ്പുമാവ് എടുത്തുന്നു, ആപ്പിൾ എടുത്തുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ ഓൺ ദ വേ ടു പൂനെ, 4 hours 221 kilometers ഫ്രം ഹിയർ. അപ്പോൾ നമ്മൾ വന്ന വഴിക്കല്ല കേട്ടോ, വേറൊരു വഴിക്ക്. അവിടുന്ന് നമുക്കിങ്ങനെ റൗണ്ട് അടിച്ചിങ്ങനെ പോകാൻ പറ്റും NH-ലോട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വഴിക്കാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിലൂടെ ഒരു യാത്രയാണ്. ഇത് പ്രോപ്പർ മഹാരാഷ്ട്രൻ ഗ്രാമം, ഫുൾ കൃഷിയാണ് 2 സ്ഥലത്തും. ചെറിയൊരു ഗാവ്. ഏത് എന്ത് കൃഷിയാണെന്ന് അറിയില്ല. അത് അയാൾ കൊണ്ടുപോകണ്ടോ പുല്ലൊക്കെ? വെറും പുല്ലാണോ? അല്ലല്ലോ, പശുവിനോടുള്ള പുല്ലാണോ? ഷുഗർ കെയിൻ അറിയില്ല ഗൈസ്, ഷുഗർ കെയിൻ ആണോ അല്ലേ അറിയുന്നില്ല. ഇതാണ് സാധനം. ഇതാണ് 2 പുറം ഇങ്ങനെ തന്നെ. കാണാനൊക്കെ നല്ല ചന്തമുണ്ട്. നല്ല പച്ചപ്പുള്ളൊരു റോഡ്. ഷുഗർ കെയിൻ ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ കയറിയതാ. കൃഷി മൊത്തം ഷുഗർ കെയിനാണ്. ഇവിടെ വളപ്പെടുത്തുണ്ട് അതുകൊണ്ട് വെച്ചിരിക്കണേ. അപ്പോൾ അതേ നമുക്ക് നല്ല റോഡ് കിട്ടി. കുറേ നേരം, ഒരു 60 കിലോമീറ്ററോളം നമ്മൾ വൻ ശോകൻ റോഡ് കൂടെ വന്നത്. 60 പോലെ 100 കിലോമീറ്റർ ഉണ്ട് അല്ലേ? 100 കിലോമീറ്ററോളം വൻ ശോകൻ റോഡായിരുന്നു. ഫുൾ ഡൈവേർഷൻ എടുക്കലായിരുന്നു. പണിയടക്കൽ പറഞ്ഞിട്ട്. ഇപ്പോൾ 70 കഴിഞ്ഞപ്പോൾ റോഡാണ്ട് മാറി, പിന്നെ പറക്കലാണ്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് നോക്കുകയാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇതുവരെ 2 ഫുൾ ടാങ്ക് അടിച്ചു. അത്ര വേണ്ട, 10,000 റുപ്പീസിൻ്റെ അടുത്ത് മതി പെട്രോളിൻ്റെ ആവശ്യം. പിന്നെ നമ്മൾ കുറേ ഡീവിയേഷനൊക്കെ എടുത്തുകൊണ്ട് മാത്രമേ ഇത്ര അധികം വന്നേ. ഇതേ ഞങ്ങൾ കഴിക്കാൻ കയറിയേ ഒരു എന്തതിൻ്റെ പേര്, ആറാം റെസ്റ്റോറൻറ്റ്. ഇവിടെ ഭയങ്കര സംഭവങ്ങളാണ്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാനായിട്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്. നമ്മൾ വേറെ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. കുറച്ച് നേരം ഈ ഫുഡ് ഓർഡർ ചെയ്ത് പോസ്റ്റ് അടിച്ചിരിക്കണം. ഇവിടെ വൈകുന്നേരം കൺസേർട്ടൊക്കെ ഉണ്ട് തോന്നുന്നു. ഈ ഫുഡ് വന്നു, ബട്ടർ റൊട്ടി, ഇതെന്താ അതിൻ്റെ പേരുണ്ടായിരുന്നു, ചിക്കൻ റോഗൻ ജോഷ്, സാലഡും അച്ചാർ, പഹാഡി കബാബ് വന്നു. ആ സാധനത്തിലാണ് വന്നേ. സിസ്റ്ററിൻ്റെ പ്ലേറ്റിൽ ചൂടോട് കൂടി കൊണ്ടു തന്നു. പൂനെയിലെത്തി. പൂനെയിലെ ഔട്ടർ കൂടെ ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുക. നമുക്ക് ടൗണിൽ പോകണ്ട, നമ്മുടെ മുംബൈ ഹൈവേൻ്റെ ഭാഗത്താണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഗൈസ്, അപ്പോൾ 2 ദിവസത്തെ ഞങ്ങളുടെ യാത്ര അവസാനിക്കാനായി. ഇനി വെറും 2-3 കിലോമീറ്ററും കൂടിയുള്ളൂ. നമ്മളൊരു 5 മിനിറ്റിൽ സ്ഥലത്തെത്തുന്നതാണ്. നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മൂടലുണ്ട്. ചെറിയ മട്ടത്തിലാണ് മൂടലുള്ളൂ. കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് നല്ലോണം തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ എൻ്റെ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അന്ന് പിന്നെ സാധനങ്ങളൊക്കെ എടുക്കലായിരുന്നു. പിന്നെ ഒക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു പരിപാടി. 2 ദിവസമായി ഇവിടെ എത്തിയിട്ട്. അർജുൻ ഇന്നലെ രാത്രി പോയി കേട്ടോ. അവൻ ഇന്നലെ രാത്രിത്തെ ഫ്ലൈറ്റിന് ബാംഗ്ലൂരിലോട്ട് പോയി. ഞാനൊന്നും കൂടി കൊണ്ടാക്കി വന്നു. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ ചെറിയ രീതിക്ക് ഒന്ന് പാൽ കാച്ചലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഷോർട്ട്സായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇപ്പം എന്താ, ബാക്കിയൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. സാധനങ്ങളതും ഇതൊക്കെ വാങ്ങാണ്ട്, എല്ലാ ചില സാധനങ്ങളൊക്കെ ലൈക്ക് ഒന്നുമില്ലല്ലോ, ഫുൾ ഫ്രഷായിട്ട് വീട്ടിൽ കയറുമല്ലേ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് കണക്ഷനൊക്കെ നീട്ടി. അത്രയൊക്കെ തന്നെ. വീടിൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്കിവിടെ ഒരു ബാൽക്കണി ഉണ്ട്, അവിടെ നിന്നിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പുറത്തേക്കുള്ള സംഭവമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വ്യൂ ഒക്കെ ഉണ്ട്, രാത്രിയൊക്കെ നൈസാണ്. അവിടെയാണ് സൺസെറ്റ് വരുന്നത്. അത് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. പിന്നെ ഗേറ്റഡ് സൊസൈറ്റിയാണ് താഴെ. നമുക്കിപ്പോൾ പ്രശ്നം വന്നതെന്താ വെച്ചാൽ കവേർഡ് പാർക്കിംഗ് അല്ല കിട്ടിയത്.
ഇപ്പോൾ കാറിനൊരു കവറൊക്കെ മേടിച്ചിടണം. അപ്പോൾ എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യാം. ബൈ.